ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. അമേരിക്കൻ സന്ദർശനത്തിനായി വാഷിംഗ്ടണിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നീ മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഫ്രാൻസ് ധാരണ. പുതിയ ആദായനികുതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യത്തെ വിലക്കയറ്റ തോത് 5 മാസത്തെ കുറഞ്ഞ നിരക്കിൽ. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക റേഡിയോ ദിനം ആചരിക്കുന്നു. വന്യജീവി ആക്രമണം നേരിടുന്നതിനായി വയനാട് ജില്ലയ്ക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചതായി വനംമന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഇന്ന് UDF ഹർത്താൽ. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര 3-0 സ്വന്തമാക്കി ഇന്ത്യ. രഞ്ജി ട്രോഫിയിൽ കേരളം സെമിയിൽ. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി. വാഷിംഗ്ടണിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ പ്രസിഡന്റായ ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണ് ഇതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. At the invitation of the President of the United States of America, Prime Minister Shri Narendra Modi will pay an official working visit to the United States. This will be the first visit of Prime Minister Modi to the United States since the inauguration of the second presidential term of President Donald Trump. Prime Minister would be amongst the first few world leaders to visit the United States following the inauguration of President Trump. അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കയിലെ ഉന്നത നേതാക്കൾ, വ്യവസായികൾ എന്നിവരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധ സഹകരണം, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷ, പരസ്പര സഹകരണം തുടങ്ങിയവ ചർച്ചയാകും. പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നീ മേഖലകളിൽ തന്ത്രപരമായ ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇമ്മാനുവൽ മാക്രോനും നടത്തിയ ചർച്ചയിൽ ധാരണ. മാർസയിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ശ്രീ നരേന്ദ്രമോദിയും ഇമ്മാനുവൽ മാക്രോനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മാർസയിലെ കോൺസുലേറ്റ് ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോനും ഇന്ത്യൻ വംശജർ വൻ സ്വീകരണമാണ് നൽകിയത്. പുതിയ ആദായനികുതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ആദായനികുതിയുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള ബിൽ സഭയുടെ ഇന്നത്തെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ആദായനികുതി ബിൽ കൊണ്ടുവരുമെന്ന് ബജറ്റ് പ്രസംഗത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. പ്രതിവർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾ ആദായനികുതി അടയ്ക്കേണ്ടതില്ലെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിന്റെ അവസാന ദിനമായ ഇന്ന് വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടും ലോക്സഭയിൽ അവതരിപ്പിക്കും. അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിരുന്ന മഹന്ത് സത്യേന്ദ്രദാസിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ആത്മീയവും സാമൂഹികവുമായ രാഷ്ട്രജീവിതത്തിന് മഹന്ത്ജി വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹം സ്വജീവിതം ഭഗവാൻ ശ്രീരാമന്റെ സേവനത്തിനായി സമർപ്പിച്ചുവെന്നും പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ ഏകീകൃതവും സന്തുലിതവുമായ വികസനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി സഹകരണ മന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ വികസനത്തിലെ പ്രാദേശിക അസമത്വം പരിഹരിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ സഹകരണ ഡാറ്റാബേസ് വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ മൂല്യം $350 ബില്യൺ ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ഗ്രേറ്റർ നോയിഡയിൽ ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ ഇവന്റായ ഭാരത് ടെക്സ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയുടെ 2ാം ഘട്ടം നാളെ മുതൽ 17 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പ്രധാന ചടങ്ങായ മാഘ പൌർണിമ സ്നാനം ഇന്നലെ നടന്നു. 1,30,00,000-ലധികം പേരാണ് പുണ്യസ്നാനം നടത്തിയത്. ഇത്തവണ കുംഭമേളയിൽ ഇതുവരെ 47 കോടി തീർത്ഥാടകരാണ് പുണ്യസ്നാനം നടത്തിയത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, സിഇഒയും റെയിൽവേ ബോർഡ് ചെയർമാനുമായ സതീഷ് കുമാർ എന്നിവർ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിലെ വാർ റൂമിൽ പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് നിയന്ത്രണം അവലോകനം ചെയ്തു. അധിക ട്രെയിനുകൾ ഓടിക്കാൻ പ്രയാഗ്രാജ് ഡിവിഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യം ഇന്ന് പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്തി ബിജ്ലി യോജനയുടെ 1ാം വാർഷികം ആഘോഷിക്കുന്നു. പുരപ്പുര സൌരോർജ്ജ ഉൽപാദനത്തിലൂടെ വീടുകളിൽ സൌജന്യ വൈദ്യുതി ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ വർഷം ജനുവരി 27 വരെ 8,40,000 കുടുംബങ്ങൾക്ക് പദ്ധതി പ്രയോജനപ്പെട്ടു. ഗുണഭോക്താക്കളിൽ 45% പേർക്കും വൈദ്യുതി ബിൽ പൂജ്യമായി. വിശദാംശങ്ങളിലേക്ക്. 2024 ഫെബ്രുവരി 13 ആരംഭിച്ച പദ്ധതി രാജ്യത്തുടനീളമുള്ള വീടുകളിൽ ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജം ലഭ്യമാക്കി ഇന്ത്യയുടെ സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള പ്രയാണത്തിന് മികച്ച സംഭാവന നൽകുന്നു. 40% വരെ സബ്സിഡിയോടെ പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം മെച്ചപ്പെടുത്താൻ പദ്ധതി സഹായകമായിട്ടുണ്ട്. ഇതുവരെ 5.54 ലക്ഷം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഏകദേശം 4,300 കോടി രൂപ കേന്ദ്ര സാമ്പത്തിക സഹായമായി വിതരണം ചെയ്തു. ഓരോ കുടുംബത്തിനും ശരാശരി 77,000 രൂപയിൽ കൂടുതൽ സബ്സിഡിയായി ലഭിച്ചു. 2027 മാർച്ചോടെ 1 കോടി വീടുകളിൽ സൌരോർജ്ജം എത്തിച്ച് ഇന്ത്യയുടെ ഊർജ്ജ ഭൂമികയെ പുനർനിർമ്മിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യമാകെയുള്ള വിലക്കയറ്റ തോത് ജനുവരിയിൽ 5 മാസത്തെ കുറഞ്ഞ നിരക്കായ 4.3%-ലെത്തി. ഡിസംബറിൽ ഇത് 5.22% വിലക്കയറ്റം 4% എത്തിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം. കേരളത്തിലെ വിലക്കയറ്റ തോത് 6.76%. മലബാർ ക്യാൻസർ സെന്ററിൽ ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് 36 തസ്തികകൾ സൃഷ്ടിക്കാൻ ഇന്നലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിൽ ഡ്രോൺ ലീഡാർ സർവേ നടപ്പാക്കുന്നതിന് കേരള മൈനർ മിനറൽ കൺസഷൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനും തീരുമാനമായി. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ കാർ ഇടിച്ചു മരണമടഞ്ഞ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതം അനുവദിക്കും. 2025-26 സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച കേരള നിയമസഭയിൽ പൂർത്തിയായി. സംസ്ഥാനത്ത് സമഗ്ര വികസനം കൊണ്ടുവരാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പരിമിതികൾക്കിടയിലും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വന്യജീവി ആക്രമണം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വയനാടിന് 50 ലക്ഷം രൂപ അനുവദിച്ചതായി വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വനാതിർത്തി പ്രദേശങ്ങളിലെ അടിക്കാട് വെട്ടിമാറ്റാനും വന്യജീവി സംഘർഷം കുറയ്ക്കാനുമുള്ള പ്രവൃത്തികൾക്കും പണം വിനിയോഗിക്കും. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കാട്ടാന ആക്രമണത്തിൽ 3 ദിവസത്തിനിടെ 4 പേർ കൊല്ലപ്പെട്ട ഗുരുതരമായ സാഹചര്യത്തിൽ വനം മന്ത്രി രാജിവെക്കുകയോ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കുകയോ വേണമെന്ന് KPCC അധ്യക്ഷൻ കെ. സുധാകരൻ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക റേഡിയോ ദിനം. റേഡിയോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും റേഡിയോയിലൂടെ അറിവ് സമ്പാദിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത്. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യുനെസ്കോ ഡയറക്ടർ ജനറൽ, പ്രസാർ ഭാരതി ചെയർമാൻ, CEO, ആകാശവാണി ഡയറക്ടർ ജനറൽ ഉൾപ്പെടെയുള്ളവർ ലോക റേഡിയോ ദിന ആശംസകൾ നേർന്നു. കഴിഞ്ഞ 9 ദശാബ്ദമായി അറിവ്, വിദ്യാഭ്യാസം, വിനോദം എന്നിവ പ്രദാനം ചെയ്യുന്നതായി ആകാശവാണി ഡയറക്ടർ ജനറൽ പ്രഗ്യ പാലിവാൾ ഗോഡ് പറഞ്ഞു. रेडियो की भूमिका के बारे में आप सब जानते ही हैं. पूरे देश में बल्कि पूरे विश्व में आकाशवाणी की अपनी एक आवाज है और उसके जरिए लोगों तक सूचना, मनोरंजन पहुंचाने का आकाशवाणी ने हमेशा से काम किया है. जन सरोकारों से जुड़ा रहा है आकाशवाणी. हम लोग दोबारा उसी की प्रतिबद्धता दोहराते हैं. ദിനാചരണത്തിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം റിക്രിയേഷൻ ക്ലബ് പൂജപ്പുര ശ്രീ ചിത്രതിരുനാൾ ഓഡിറ്റോറിയത്തിൽ ശ്രോതാക്കളുടെ സംഗമം ഉച്ചയ്ക്ക് 1:30 സംഘടിപ്പിക്കുന്നു. അഹമ്മദാബാദ് ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 142 റൺസിന്റെ ജയം. ഇതോടെ പരമ്പര ഇന്ത്യ 3-0 സ്വന്തമാക്കി. 357 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 34.2 ഓവറിൽ 214 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. രഞ്ജി ട്രോഫിയിൽ കേരളം സെമിയിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ സമനില നേടിയാണ് കേരളത്തിന്റെ സെമി പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്കൻ സന്ദർശനത്തിനായി വാഷിംഗ്ടണിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നീ മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഫ്രാൻസ് ധാരണ. പുതിയ ആദായനികുതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യത്തെ വിലക്കയറ്റ തോത് 5 മാസത്തെ കുറഞ്ഞ നിരക്കിൽ. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക റേഡിയോ ദിനം ആചരിക്കുന്നു.
വന്യജീവി ആക്രമണം നേരിടുന്നതിനായി വയനാട് ജില്ലയ്ക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഇന്ന് UDF ഹർത്താൽ. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര 3-0 സ്വന്തമാക്കി ഇന്ത്യ. രഞ്ജി ട്രോഫിയിൽ കേരളം സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.